Hello friends, I am Reshma K.R., third year zoology student of KKTM Government College, Pullut. Welcome to my presentation about adaptive radiation and convergent evolution. First, നമുക്ക് എന്താണ് adaptive radiation എന്ന് നോക്കാം. Animals of the same or closely related species exhibit great divergence in their morphology, mode of life and habits when they occupy different habitats. This may be called evolutionary divergence, divergent evolution or adaptive radiation. അതായത് സെയിം ഓർ ക്ലോസ്ലി റിലേറ്റഡ് എനിമൽ സ്പീഷീസിന് ഡിഫറെൻറ്റ് ഹാബിറ്ററ്റ്സ് ഒക്കെ അതായത് ഡിഫറെൻറ്റ് വാസസ്ഥലങ്ങളൊക്കെ കിട്ടുമ്പോൾ അവയുടെ മോർഫോളജിയിലും മോഡ് ഓഫ് ലൈഫ്സ് അതായത് ജീവിത രീതികളിലും ശീലങ്ങളിലൊക്കെ വലിയ വ്യത്യാസമൊക്കെ കാണും. ഇതിനെയാണ് എവല്യൂഷണറി ഡൈവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻറ്റ് എവല്യൂഷൻ അതുമല്ലെങ്കിൽ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. Adaptive radiation is the evolutionary radiation in several specialized directions from a common and a generalized ancestral stock. ഒരു കോമൺ അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസിസ്ട്രൽ സ്റ്റോക്കിൽ നിന്നുള്ള സ്പെഷ്യലൈസ്ഡ് ഡയറക്ഷനുകളിലെ എവല്യൂഷണറി റേഡിയേഷനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. It can also be the spreading of the organism of an original stock to new adaptive zones. The evolution caused by adaptive radiation is known as divergent evolution. The result of divergent evolution is the formation of several species from a common ancestor. That means adaptive radiation മൂലം ഉണ്ടാകുന്ന എവല്യൂഷനെ ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് സെവറൽ സ്പീഷ്യസ് ഫോം ചെയ്യുക എന്നതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ്റെ റിസൾട്ട്. അഡാപ്റ്റീവ് റേഡിയേഷൻ ഓഫൺ റിസൾട്ട് ഫ്രം ദ അറൈവൽ ഓഫ് ഓർഗാനിസംസ് ഇൻ ടു ആൻ എൻവയോൺമെൻറ്റ് വിത്ത് അൺഒക്യുപ്പൈഡ് നിച്ചസ് സച്ച് ആസ് എ ന്യൂലി ഫോംഡ് ലേക്ക് ഓർ ആൻഡ് ഐസൊലേറ്റഡ് ഐലൻഡ് ചെയിൻ. പലപ്പോഴും ജീവജാലങ്ങൾ ന്യൂലി ഫോംഡ് ലേക്സ് അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ഐലൻഡ് ചെയിൻ പോലുള്ള അൺഒക്യുപ്പൈഡ് നിച്ചസ് അതായത് ശൂന്യമായ സ്ഥലങ്ങളിലേക്ക് വരുന്നത് മൂലമാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഉണ്ടാവുന്നത്. Adaptive radiations commonly follow mass extinctions, leaving many niches vacant. A classic example of this is the replacement of the non-avian dinosaurs by mammals at the end of the Cretaceous and of brachiopods by bivalves of the Permian-Triassic boundary. റീപ്ലേസ്മെൻറ്റ് ഓഫ് നോൺ ഏവിയൻ ഡൈനോസേഴ്സ് ബൈ മാമൽസ് ഇതൊക്കെയും ഇവയുടെ അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്തത് ലോ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓസ്ബോൺ ആണ് ലോ ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈച്ച് ഐസൊലേറ്റഡ് റീജിയൻസ് ഇഫ് ലാർജ് ആൻഡ് സഫിഷ്യൻ്റ്ലി വാരീഡ് ഇൻ ഇറ്റ്സ് ടോപ്പോഗ്രഫി, സോയിൽ, climate and vegetation will give rise to a diverse fauna. The higher the region and the more diverse the conditions, the greater will be the animals found. അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഹയർ റീജിയൻസും മോർ ഡൈവേഴ്സായ കണ്ടീഷൻസൊക്കെ കൂടുമ്പോൾ കൂടുതൽ എനിമൽസിനെ കണ്ടെത്താൻ കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നെക്സ്റ്റ് അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ കോസും സിഗ്നിഫിക്കൻസ് ആണ്. ഫസ്റ്റ് കോസ് നോക്കാം. ദ കോമൺ ഇമ്പെല്ലിംഗ് കോസ് ഓഫ് അഡാപ്റ്റീവ് റേഡിയേഷൻ ഈസ് ദ നീഡ് ഫോർ ബെറ്റർ സോഴ്സസ് ഓഫ് ഫുഡ്, ബെറ്റർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്, ബെറ്റർ സേഫ്റ്റി ഫോർ പ്രിഡേഷൻ, ബെറ്റർ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്.
എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. അതായത് ബെറ്റർ സോഴ്സ് ഓഫ് ഫുഡ്, അതിനൊക്കെ ആവശ്യങ്ങൾ, ബെറ്റർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ബെറ്റർ സേഫ്റ്റി ഫ്രം പ്രിഡേഷൻസ്, ബെറ്റർ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ്, ഇതൊക്കെയാണ് അതിൻ്റെ കോസസ് എന്ന് പറയുന്നത്. ഇനി സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹാബിറ്റേറ്റ്സ്, നിച്ചസ്, അതൊക്കെ ഒക്യുപ്പൈ ചെയ്യാൻ കഴിയുക. അതുപോലെ തന്നെ ന്യൂ ടാക്സ, എക്സ്പെൻഷൻ ഓഫ് അനിമൽ ഡൈവേഴ്സിറ്റി, ഇതിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടുക. പിന്നെ മാക്രോ എവല്യൂഷനിൽ ഒരു സിഗ്നിഫിക്കൻ്റ് റോള് ഇവർ വഹിക്കുന്നുണ്ട്. ഇതാണ് കോസസും സിഗ്നിഫിക്കൻസും. നെക്സ്റ്റ് ഡാർവിൻസ് ഫിഞ്ചസ്, അഡാപ്റ്റീവ് റേഡിയേഷൻ ഇൻ ഡാർവിൻസ് ഫിഞ്ചസ്. ഡാർവിൻ ഫിഞ്ചസിനെ ഗാലപ്പാഗോസ് ഫിഞ്ചസ് എന്നും പറയും. 14 closely related species of dull-colored birds called finches observed by Charles Darwin in the Galapagos Islands during his voyage in the Beagle in 1835. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയ്ക്കിടയിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തു 14 ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഡൾ കളേർഡ് ബേർഡ്സ് ആണ്. അതിനാണ് അദ്ദേഹം ഫിഞ്ചസ് എന്ന് പറയുന്നത്. ഫിഞ്ചസൊക്കെയും ഏകദേശം സിമിലർ സൈസ് ആൻഡ് കളറേഷൻ ആണ്. അതായത് സൈസും കളറേഷനൊക്കെ ഏകദേശം രണ്ടൊക്കെ ഒരേപോലെയാണ്. പക്ഷേ അവരുടെ ബീക്കിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ സൈസും പിന്നെ ഫീഡിങ് അഡാപ്റ്റേഷനും ഫീഡിങ് ഹാബിറ്റ്സും ഇതൊക്കെ എല്ലാത്തിലും ഡിഫറെൻ്റാണ്. എല്ലാ ഫിഞ്ചസിലും ഡിഫറെൻ്റാണ്. പക്ഷേ കളറ്, സൈസ്, കളറേഷൻ അതൊക്കെ ഏകദേശം സിമിലർ ആയിരുന്നു. മറ്റേ ബീക്സ്, അതായത് ഇവർ എവിടെയാണോ താമസിക്കുന്നത്, അപ്പോൾ ആ ഐലാൻഡിൽ എന്ത് ഫുഡാണോ അവൈലബിൾ ആയിട്ടുള്ള ആ ഫുഡിനോട് അഡാപ്റ്റഡ് ആണ് ഇവരുടെ ബീക്സ്. അപ്പോൾ അദ്ദേഹം ഡാർവിൻ ബിലീവ്ഡ് ദാറ്റ് ഓൾ ദീസ് സ്പീഷീസ് എവോൾവ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. അപ്പോൾ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഈ സ്പീഷീസൊക്കെ ഇവോൾവ് ചെയ്തതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. The ancestral species reached the island from the മെയിൻലാൻഡിൽ നിന്നാണ് ഈ ഐലാൻഡിലേക്ക് ആൻസിസ്ട്രൽ സ്പീഷീസ് എത്തിയത്. Since the ecological conditions were different in the different islands, it evolved independently into a new species in each island. Thus, they evolved 40 species in the 14 islands. Different islandil different ecological conditions ആണ്. It evolved independently into a new species in each island. ഈ ഓരോ ഐലാൻഡിലും ഒരു പുതിയ സ്പീഷീസ് ആയിട്ട് അത് ഇവോൾവ് ചെയ്തു. അങ്ങനെ 14 ഐലാൻഡിലും 14 സ്പീഷീസാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഡാർവിൻസ് കൺക്ലൂഡഡ് that all members of the ancestral species had the same type of beak. അദ്ദേഹം അങ്ങനെ കൺക്ലൂഡ് ചെയ്തു ഈ ആൻസിസ്ട്രൽ സ്പീഷീസിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരേപോലെ ടൈപ്പ്, അതായത് സെയിം ടൈപ്പ് ഓഫ് ബീക്സ് ആണ് ഉള്ളതെന്ന്. When they reached the Galapagos and started eating different things, their beaks changed into different forms and size over thousands of years. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ബീക്ക് ആയിരുന്നു ഇവർക്കൊക്കെയും. പിന്നെ ഇവർ ഗാലപ്പാഗോസ് ഐലൻഡിൽ എത്തിയപ്പോൾ അവിടുത്തെ തിങ്സൊക്കെ ഡിഫറെൻറ്റ് തിങ്സ് ഈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ബീക്ക് അതിനോടനുസരിച്ച് മാറാൻ തുടങ്ങി. ഡിഫറെൻറ്റ് ഫോമിലും സൈസിലും ആവാൻ തുടങ്ങി. അതിൻ്റെ ജസ്റ്റ് ഒരു പിക്ചറാണ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ബീക്ക് അഡാപ്റ്റേഷൻ ഇൻ ഫിഞ്ചസ്. 6 അഡാപ്റ്റേഷൻസ് ആണ് ഇതിലുള്ളത്, 6 ബീക്ക് അഡാപ്റ്റേഷൻസ്. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഗ്രൗണ്ട് ഫിഞ്ചസ്. എക്സിബിറ്റ് ഗ്രേറ്റ് വേരിയേഷൻ ഇൻ ബീക്ക് സ്ട്രക്ചർ. ദ സൈസ് ഓഫ് ദ ബീക്ക് ഹാസ് കോറിലേഷൻ
with the size of the seed they eat. അതായത് അവർ കഴിക്കുന്ന സീഡും അതുപോലെ തന്നെ അവരുടെ ബീക്കിൻ്റെ സൈസുമായിട്ട് ബന്ധമുണ്ട്. അതാണ് ഗ്രൗണ്ട് ഫിഞ്ചസിൽ പറയുന്നത്. നെക്സ്റ്റ് വെർബ്ലർ ഫിഞ്ചസ്. അത് ഇൻസെക്റ്റിവോറസ് ആണ്. ബീക്ക് സ്ലെൻഡർ ആയിരിക്കും. അടുത്തത് woodpecker finches. Long, stout and straight beaks for searching and capturing insects. ഇൻസെക്ട്സിനെ സെർച്ച് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനുമായിട്ട് ലോങ് ആൻഡ് സ്ട്രെയിറ്റ് ബീക്കായിരിക്കും woodpecker finchesൽ. ഇനി വെജിറ്റേറിയൻ ട്രീ ഫിഞ്ചസ്. അതായത് ബീക്ക് ഷോർട്ടായിരിക്കും, തിക്കായിരിക്കും. ഫീഡിങ് ഓൺ ലീവ്സ്, ബഡ്സ്, ഫ്രൂട്ട്സ് അതൊക്കെയാണ് അത് ഫീഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇൻസെക്റ്റിവോറസ് ട്രീ ഫിഞ്ചസ്. ബീക്ക് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് വെജിറ്റേറിയൻ ട്രീ ഫിഞ്ചസ് ആൻഡ് ഈസ് സ്പെഷ്യലൈസ്ഡ് ഫോർ ഫീഡിങ് ഓൺ ബീറ്റിൽസ് ആൻഡ് അതർ ഇൻസെക്ട്സ്. വെജിറ്റേറിയൻ ട്രീ ഫിഞ്ചസിനോട് സിമിലർ ആയിരിക്കും ഇൻസെക്റ്റിവോറസ് ട്രീ ഫിഞ്ചസിൻ്റെ ബീക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീറ്റിൽസും മറ്റ് ഇൻസെക്ട്സിനൊക്കെ ഫീഡ് ചെയ്യാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബീക്ക് ഉണ്ടായിരിക്കും. കാറ്റസ് ഗ്രൗണ്ട് ഫിഞ്ചസ്. ലോങ് ആൻഡ് ഡീകർവ്ഡ് ബീക്ക് ആൻഡ് സ്പ്ലിറ്റ് ടങ് ഫോർ ഫീഡിങ് ഓൺ ദ നെക്ടർ ആൻഡ് ദ സോഫ്റ്റ് പൾപ്പ് ഓഫ് ഇറക്റ്റി. ലോങ് ആൻഡ് ഡീകർവ്ഡ് ബീക്കായിരിക്കും, ടങ് സ്പ്ലിറ്റഡ് ആയിരിക്കും, നെക്ടേഴ്സും അതുപോലെ തന്നെ സോഫ്റ്റ് പൾപ്പൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കൺവേർജൻറ്റ് എവല്യൂഷനാണ്. ഇപ്പോൾ ഇത്രയും അഡാപ്റ്റീവ് റേഡിയേഷനാണ് പറഞ്ഞത്. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടു ഓർ മോർ സ്പീഷ്യസ് ഡൈവേർജ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ. കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് വന്നിട്ടുള്ള സ്പീഷ്യസിനെയാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ അഥവാ ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൺവേർജൻറ്റ് എവല്യൂഷൻ എന്താണെന്ന് നോക്കാം. കൺവേർജൻറ്റ് എവല്യൂഷൻ ഈസ് ദ പ്രോസസ് whereby organisms which are neither monophyletic nor closely related independently evolve similar adaptation for the same ecological niches or similar environments. അതായത് മോണോഫിലറ്റിക് അല്ലാത്തതോ ഇൻഡിപെൻഡൻ്റ്ലി ക്ലോസ്ലി റിലേറ്റഡ് അല്ലാത്തതോ ആയ ഓർഗാനിസംസ് ഒരേ എക്കോളജിക്കൽ നിച്ചസ് അല്ലെങ്കിൽ സിമിലർ എൻവയോൺമെൻറ്റിലോ സിമിലർ അഡാപ്റ്റേഷൻസ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് കൺവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ടു ബി മോർ സ്പെസിഫിക്, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് genetically and phylogenetically unrelated species of organisms under the same or similar environmental condition or niches evolves along the same line and acquires similar morphological features, adaptation, mode of life and behavior. അപ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക്കലി ആൻഡ് ഫീനോജനറ്റിക്കലി അൺറിലേറ്റഡ് ഓർഗാനിസംസ് സെയിം അല്ലെങ്കിൽ സിമിലർ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസിലോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ ഒരേ ലൈനിൽ ഇവോൾവ് ചെയ്യുകയും സിമിലർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ്, അഡാപ്റ്റേഷൻസ്, മോഡ് ഓഫ് ലൈഫ്സ് ആൻഡ് ബിഹേവിയർ എന്നിവയ്ക്ക് നേടുകയും ചെയ്യുന്ന ഫിനോമിനനാണ് കൺവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. The opposite of convergent evolution is divergent evolution or adaptive radiation. Here, whereby related species evolve different traits as adaptation in different ecological niches or environments. അപ്പോൾ ഈ കൺവേർജൻറ്റ് എവല്യൂഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ അഥവാ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. An example of convergent evolution is the independent evolution of wings in insects, birds, etc. കൺവേർജൻറ്റ് എവല്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ്
ബേർഡ്സിലും ഇൻസെക്ട്സിലും ബാറ്റ്സിലൊക്കെ അവരുടെ വിങ്സിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവേർജൻ്റ് എവല്യൂഷൻ ഈസ് സിമിലർ ടു ബട്ട് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം എവല്യൂഷണറി റിലേ ആൻഡ് പാരലൽ എവല്യൂഷൻ. അതായത് കൺവേർജൻ്റ് എവല്യൂഷൻ എവല്യൂഷണറി റിലേക്കും അതുപോലെ തന്നെ പാരലൽ എവല്യൂഷനോടും സിമിലർ ആയിരിക്കും, പക്ഷേ ഡിസ്റ്റിങ്വിഷബിൾ ആയിരിക്കും. എവല്യൂഷണറി റിലേ ഈസ് ദ independent evolution of similar structures at different times in different species in the same or similar environments. അതായത് സെയിം ഓർ സിമിലർ എൻവയോൺമെൻറ്റിലുള്ള ഡിഫറെൻറ്റ് സ്പീഷ്യസിൽ ഡിഫറെൻറ്റ് ടൈംസിൽ സിമിലർ സ്ട്രക്ചേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയുള്ള എവല്യൂഷനെയാണ് എവല്യൂഷണറി റിലേ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് എവല്യൂഷൻ ഓഫ് ഡോർസൽ വിങ്സ് ഇൻ ഷാർക്സ്, ഡോൾഫിൻസ് എക്സെട്ര. അതിൻ്റെ പിക്കാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, പാരലൽ എവല്യൂഷൻ ഒക്കേഴ്സ് വെൻ ടു ഇൻഡിപെൻഡൻറ്റ് സ്പീഷീസ് എവോൾവ് ടുഗദർ അറ്റ് ദ സെയിം ടൈം ഇൻ ദ സെയിം എക്കോസ്പേസ് ആൻഡ് എക്വയർ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരേ എക്കോസ്പേസിൽ ഒരേ സമയം രണ്ട് ഇൻഡിപെൻഡൻറ്റ് സ്പീഷീസ് ഒരുമിച്ച് ഇവോൾവ് ചെയ്യുകയും സിമിലർ ക്യാരക്ടേഴ്സൊക്കെ നേടുകയും ചെയ്യുമ്പോഴാണ് പാരലൽ എവല്യൂഷൻ സംഭവിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഡിസ്റ്റിങ്ക്റ്റ് ബ്രൗസിങ് ഹോഴ്സസും അതുപോലെ തന്നെ ഡിസ്റ്റിങ്ക്റ്റ് പാലിയോതെറീസൊക്കെ. അടുത്തത്, structures that are the result of convergent evolution are called analogous structures or homoplasties. അതായത് കൺവേർജൻ്റ് എവല്യൂഷൻ്റെ റിസൾട്ട് മൂലമുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ അനലോഗസ് സ്ട്രക്ചേഴ്സ് അഥവാ ഹോമോപ്ലാസിസ് എന്ന് പറയുന്നത്. They should be distinguishable from homologous structures which have a common origin. The wings of bats and birds are analogous structures, while the wings of bat is homologous to the forelimbs of men and other mammals. അതായത് ബേർഡ്സിൻ്റെയും ബാറ്റ്സിൻ്റെയും വിങ്സ് അനലോഗസ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്റിൻ്റെ വിങ്സ് മാമ്മൽസിൻ്റെയും മെന്നിൻ്റെയും ഫോർലിംസിനോട് ഹോമോലോഗസ് ആയിരിക്കും. ഇത്രയാണ് കൺവേർജൻ്റ് എവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ, ടു ഓർ മോർ ഡിസ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ഷെയർ എ ട്രൈറ്റ്സ് നോട്ട് ഡ്യൂ ടു എ കോമൺ ആൻസിസ്റ്റർ. അതാണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഡൈവേർജൻ്റ് എവല്യൂഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൺവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.